ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 10. വിഭൂതിയോഗം. ശ്ലോകം 27, പേജ് നമ്പർ 560. ഉച്ഛൈശ്രേവസമശ്വാനാം വിദ്ധി മാമമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. പദാനുപദം. അശ്വാനാം അശ്വങ്ങളിൽ വെച്ച്, അമൃതോദ്ഭവം അമൃതോദ്ഭവമായ, പാലാഴിയിൽ നിന്നും ജനിച്ചതായ, ഉച്ഛൈശ്രവസം ഉച്ഛൈശ്രവസ്സെന്നും, ഗജേന്ദ്രാണാം ഗജേന്ദ്രന്മാരിൽ വെച്ച്, ഐരാവതം ഐരാവതമെന്നും, നരാണാം നരന്മാരിൽ വെച്ച്, നരാധിപം രാജാവെന്നും, മാം എന്നെ, വിദ്ധി അറിയുക. വിവർത്തനം. അശ്വങ്ങളിൽ ഞാൻ ഉച്ഛൈശ്രവസ്, അമൃതം നേടാനായി കലക്കപ്പെട്ട സമുദ്രത്തിൽ പിറന്ന കുതിര ആണ്. ആനകളിൽ ഇന്ദ്രവാഹനമായ ഐരാവതവും മനുഷ്യരിൽ രാജാവുമാണ് ഞാൻ. ഭാവാർത്ഥം. ഭക്തന്മാരായ ദേവന്മാരും അഭക്തരായ അസുരന്മാരും ഒരിക്കൽ അമൃതം നേടാനായി സമുദ്രമഥനം ചെയ്യുകയുണ്ടായി. മഥിക്കപ്പെട്ട കടലിൽ നിന്ന് അമൃതും വിഷവും ഉദ്ഭവിച്ചു. വിഷത്തെ പരമശിവൻ പാനം ചെയ്തു. അമൃതിൽ നിന്ന് പല ജീവികളും ഉണ്ടായി. അവയിലൊന്നാണ് ഉച്ഛൈശ്രവസ്, മറ്റൊന്ന് ഐരാവതവും. അമൃതത്തിൽ നിന്ന് ഉദ്ഭവിച്ചവയാകയാൽ ഈ രണ്ടു മൃഗങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട്. അവ കൃഷ്ണന്റെ പ്രതിനിധികളാണ്. മനുഷ്യരിൽ രാജാവ് കൃഷ്ണന്റെ പ്രതിനിധിയത്രേ. കൃഷ്ണൻ വിശ്വരക്ഷകനാണ്. ദൈവീക ഗുണവിശേഷങ്ങളാൽ രാജപദവിക്കർഹരായവർ തങ്ങളുടെ സാമ്രാജ്യം രക്ഷിച്ചു പോരുന്നു. യുധിഷ്ഠിര മഹാരാജാവ്, പരീക്ഷിത്ത് മഹാരാജാവ്, ശ്രീരാമൻ മുതലായ രാജാക്കന്മാർ നിരന്തരം പ്രജാക്ഷേമത്തെ മുൻനിർത്തി പ്രവർത്തിച്ച നീതിനിഷ്ഠരായിരുന്നു. വൈദിക സാഹിത്യം ഈശ്വരന്റെ പ്രതിനിധിയായാണ് രാജാവിനെ കരുതുന്നത്. ഇന്നാകട്ടെ ധാർമ്മിക പ്രമാണങ്ങൾ ക്ഷയിച്ചു പോകയാൽ രാജാധികാരവും ലുപ്തപ്രായമായി തീർന്നു. മുൻകാലങ്ങളിൽ നീതിമാന്മാരായ രാജാക്കന്മാരുടെ ഭരണത്തിൻ കീഴിൽ ജനങ്ങൾ
കൂടുതൽ സന്തുഷ്ടരായിരുന്നു. ഹരേ കൃഷ്ണ.